എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എന്റെ മുമ്പിലിരിക്കുന്ന സജ്ജനങ്ങളോട് ആദ്യമായി ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു ഉത്തരം എനിക്ക് നൽകാമോ? നിങ്ങൾ ഏത് യാത്ര, എന്താണ് ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത്? ഞാനിന്നൊരു പഠിതാവ് മാത്രമാണ് സാറേ. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അടുത്ത ആള് സാക്ഷാത്കാരത്തിലേക്ക് ഉള്ള യാത്രയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാക്ഷാത്കാരത്തിൽ. ഓക്കെ, അടുത്ത ആള്. ഒരു യാത്ര. ആത്മീയ യാത്ര. ഒരാൾ പറഞ്ഞു ആത്മീയ യാത്ര. രണ്ടാമത് മോക്ഷപ്രാപ്തി. ഓക്കെ, പിന്നെ മനസ്സേകാഗ്രത കിട്ടാൻ വേണ്ടി. ശരി, അപ്പോ നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. എന്താണ് ഇനി മ്യൂട്ട് ചെയ്തോളൂ നിങ്ങൾ എല്ലാവരും കേട്ടോ. എന്താണ് ഈ ആത്മീയത? എന്ത് ചെയ്യുമ്പോഴാണ് ആത്മീയത ലഭിക്കുന്നത്? ക്ഷേത്രങ്ങളിൽ പോകുന്നതാണോ ആത്മീയത? ജപം ചെയ്യുന്നതാണോ ആത്മീയത? നാമജപം ചെയ്യുന്നതാണോ ആത്മീയത? വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതാണോ ആത്മീയത? വ്രതവും പൂജയും ചെയ്യുന്നതാണോ ആത്മീയത? ഇതെല്ലാത്തിനും നിങ്ങൾ എല്ലാവരും ഒരൊറ്റ ഉത്തരം പറയും അല്ലേ? അല്ല, 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 അല്ല. എന്താണ് ആത്മീയത? ഈ ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിച്ചവർ എത്ര പേരുണ്ട്? എന്താണ് ഈ ആത്മീയത എന്ന് ചോദിച്ച എത്ര പേരുണ്ട്? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ചോദിച്ചവര്. ഞാൻ ഈ പറഞ്ഞതൊന്നും ആത്മീയത അല്ല എന്ന് നിങ്ങൾ പറയാറുണ്ട്, എല്ലാവരും പറയും. അല്ലെങ്കിൽ വേണമെങ്കിൽ ശാന്തകുമാരിയൊക്കെ പറയും വിളക്ക് കത്തിക്കുന്നതാണ്, നാമജപം ചൊല്ലുന്നതാണ് ആത്മീയത എന്നൊക്കെ പറഞ്ഞത് വരും. അൺമ്യൂട്ട് ചെയ്യണ്ട. അപ്പൊ എന്താണ് ഈ ആത്മീയത? ഇതൊന്നും അല്ല ആത്മീയത. എന്നാൽ എന്താണ് ആത്മീയത എന്ന് പറഞ്ഞു നോക്കി, എത്ര പേർക്ക് പറയാൻ പറ്റും? തത്വമസി എന്ന് കേട്ടിട്ടുണ്ട്. അത് നീ തന്നെയാണ് എന്ന് പറയാം. അത് ഉൾക്കൊള്ളാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് ആത്മീയത എന്ന് മനസ്സിലാക്കുന്നു. ശരിയാണോ? ഓക്കെ, അടുത്ത ആരെങ്കിലും ചോദിച്ചോളൂ. എന്താണ് ആത്മീയത പറഞ്ഞോളൂ. ഇപ്പൊ ശ്രദ്ധയും വിശ്വാസവും. പറഞ്ഞേ. ഭക്തിമാർഗത്തിൽ കൂടെ നമ്മൾ ശ്രദ്ധയും വിശ്വാസവും നമ്മൾക്ക് കൈവരുന്നു എന്ന് വിചാരിക്കുന്നു ഞാന്. ഭക്തിമാർഗത്തിലൂടെ നമുക്ക് ഭക്തിമാർഗത്തിൽ ശ്രദ്ധയും വിശ്വാസവും കൂടുന്നു. അപ്പൊ ഭക്തിമാർഗം എന്താന്ന് നിർവചിക്കണ്ടേ? നമ്മൾ നാമം ചൊല്ലും, വിളക്ക് കൊളുത്തി നാമം ചൊല്ലുക തന്നെ. ഇനി അമ്പലത്തിൽ പോയില്ലെങ്കിലും നമുക്ക് നാമം ചൊല്ലുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നാമം ചൊല്ലൽ മാത്രമായി മാറും ഭക്തിമാർഗം എന്ന് പറയുന്നത്. ഭക്തിമാർഗം എന്ന് പറയുന്നത് ആത്മീയത ആണോ? ആത്മീയതയിൽ ഭക്തി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആത്മീയമായി ഉണരുന്ന നിങ്ങൾ ഭക്തിമാർഗം മാത്രം ചെയ്യുകയാണെങ്കിൽ പരസഹായം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആത്മാർപ്പണത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും. ഓക്കെ, ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വെറുതെ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ല. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് തത്വങ്ങൾ പറഞ്ഞുതരാം. അത് പറയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. ആത്മീയത അവിടെ ഇരിക്കട്ടെ. എന്താണ് ആത്മീയത എന്നതിന് ഉത്തരം ഞാൻ പറയാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് ആത്മീയതയ്ക്കുള്ള മാർഗങ്ങളാണ് ഭക്തിമാർഗം, സാഖ്യമാർഗം, കർമ്മമാർഗം. അങ്ങനെ 18 മാർഗങ്ങളില് 10 മാർഗങ്ങൾ ഭഗവാൻ കൃത്യമായി ഭഗവത്ഗീതയിൽ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. 18 മാർഗങ്ങളിൽ സാധാരണ സംബന്ധിച്ച് 10 മാർഗം. അതിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. അതൊരു ദിവസം ഇതിനു മുമ്പ് ഒരു ദിവസം ലളിതമായി പറഞ്ഞതാണ്. മോക്ഷത്തിലേക്കുള്ള വഴികൾ പറയുമ്പോൾ, യോഗയെ പറ്റി പറയുമ്പോൾ യോഗ ഒരു മാർഗമാണ്. അതുപോലെ മാർഗത്തിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നതല്ല. ആത്മീയത എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് ആത്മീയത സംജാതമാകുന്നത്. അപ്പൊ തത്വമസി എന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. എങ്കിൽ മാത്രമാണ് തത്വമസി
ലഭിക്കുന്നത്. ഇപ്പോ ലളിതമായി പറഞ്ഞാൽ 18 പടികൾ ചവിട്ടിയപ്പോൾ മാത്രമാണ് തത്വമസി കാണുന്നത്. അതുവരെ തത്വമസി കണ്ടില്ലായിരുന്നു. അപ്പൊ 18 പടികൾ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്താണ് ഈ 18 പടികൾ? ഞാൻ ആ 18 പടികളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സനാതന ധർമ്മത്തിലെ സംസ്കാരത്തിൽ, സനാതന ധർമ്മ രീതിയിൽ ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും ഇന്നത് മാത്രമാണെന്ന് ശരിയെന്നും ഒരു തത്വവും ഇന്നേ വരെ ഇന്നേ വരെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ സംസ്കൃതിയുടെ ഏറ്റവും വലിയ മഹത്വം. ഇന്ന മാർഗത്തിലൂടെ പോയാൽ മാത്രമേ നീ ഇന്ന സ്ഥലത്ത് എത്തൂ എന്ന് ഒരു സ്ഥലത്തും പറയാൻ പറ്റില്ല, ഒരു ഗുരുവും പറഞ്ഞില്ല, ഒരു രൂപത്തിലും പറഞ്ഞില്ല എന്നുള്ളത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക. എന്തുകൊണ്ടാണിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ലളിത സഹസ്രനാമം ചൊല്ലിയാലോ ഗീതാപാരായണം നടത്തിയാലോ 24.5 മണിക്കൂർ നേരം നിങ്ങൾ നാമജപം ചൊല്ലിയാൽ, അരമണിക്കൂർ പിന്നെ കടം മേടിക്കുന്നതാണ്, അതുകൊണ്ടാണ് ചോദിച്ചത് 24.5 മണിക്കൂർ ആക്കിയത്, അരമണിക്കൂർ കടം മേടിച്ച് ചെയ്താലും നിങ്ങള് ഉള്ളതെല്ലാം വിറ്റ് മറ്റുള്ളവന് നന്മ നൽകിയാലോ, ക്ഷേത്രങ്ങൾ മാത്രം ശ്രീകോവിൽ തന്നെ താമസമാക്കിയാലോ, ഇതൊന്നും ആത്മീയതയ്ക്കുള്ള യാത്രയേ ആവണമെന്നില്ല. ഇതെല്ലാം അതിനുള്ള മാർഗങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് എത്തണമെങ്കിൽ 10,000 വഴികളുണ്ട്. ഇന്ന വഴിയിൽ മാത്രമേ പോകാവൂ എന്ന് ആർക്കും നിഷ്കർഷിക്കാൻ പറ്റില്ല. അത് ഇല്ലാത്ത ഒരേ ഒരു രാജ്യം നമ്മുടെ നാട് മാത്രമാണ്. മറ്റ് എല്ലാ മതങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഒറ്റ വഴിയേ ഉള്ളൂ. ഇവിടെയാണ് ഇതിന്റെ പ്രത്യേകത. ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് അബുദാബിക്ക് പോകണമെങ്കിൽ ഇപ്പൊ 3 വഴികളുണ്ട്, പണ്ടൊന്നേ ഉണ്ടായിരുന്നു. എന്നാലും 3 വഴികളുണ്ടെങ്കിലും അവസാനം കറങ്ങി തിരിച്ച് 2 വഴിയിലെത്തി തന്നെ വേണം, 3 വഴിയാക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഇഷ്ടം പോലെ വഴികളാണ്, ഭാരതത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ വഴികളാണ്. എത്രയായിരം റോഡുകൾ പോയാലും പോകാൻ പറ്റും. ഇത് പ്രത്യക്ഷമായി പറഞ്ഞ ഉദാഹരണമാണ്. അപ്പൊ ആത്മീയ യാത്രയിൽ ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇതാണ് സത്യം, ഇത് അസത്യമാണ്, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ തന്നെ ഇത് സത്യമെന്നും ഇത് അസത്യമെന്നും ഒരു നിർവചനമേ ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാലേ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ വേണമെങ്കിൽ മറ്റു ഉദാഹരണം പറഞ്ഞു തരാം. എന്റെ കയ്യിൽ നമ്മുടെ മഹത് ഗ്രന്ഥമായ ഭഗവത്ഗീതയിലെ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് യഥാരൂപം ദിവ്യപൂജശ്രീ ശ്രീമദ് A.C. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ എഴുതിയ പുസ്തകമാണ്. മറ്റൊന്ന് ശിവാരവിന്ദത്തിന്റെ ഭഗവത്ഗീത തർജ്ജിമയാണ്. പ്രൊഫസർ ശിവാരവിന്ദൻ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ G. ബാലകൃഷ്ണൻ നായർ. അദ്ദേഹത്തെ പറ്റി നല്ലോണം അറിയേണ്ട ഒരു മനുഷ്യനാണ്. 2 പുസ്തകമുണ്ട്. നാട്ടിൽ എൻ്റെ കയ്യിൽ ഇതല്ലാതെ മറ്റ് ഒരു 6 പുസ്തകങ്ങളുണ്ട്. ഞാൻ ഒറ്റ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ മാത്രം പെടുത്തി തരാം, നിങ്ങൾ വെറുതെ അറിയാൻ വേണ്ടി മാത്രം. ഗീതാ അധ്യായത്തിലെ ഗീതാ വിഷയ ഇതിലെ സാഖ്യയോഗത്തിലെ ഒരൊറ്റൊരെണ്ണം ഒരു ഉദാഹരണം മാത്രം പറയാണ്, കുറച്ച് സമയം എടുക്കില്ല. സാഖ്യയോഗത്തിലെ 41-ാമത്തെ ഒരു ശ്ലോകം അതിങ്ങനെയാണ്: വ്യവസായാത്മികാം ബുദ്ധിരോഗേന കുരുനന്ദന ബഹുശാഖാഹത്യന്തക്ഷ ബുദ്ധേയോ വ്യവസായിന. അർത്ഥം വേണമെങ്കിൽ രാജുവേട്ടൻ പറഞ്ഞു തരും, തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് ഒരു വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്, ലക്ഷ്യവും ഒന്ന് തന്നെ. കുരുനന്ദന ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയുള്ളതാണ്. ഇത് ഞാൻ ഇവിടെ പറയാൻ പല അർത്ഥങ്ങളുണ്ട്, നിങ്ങൾ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കുക എന്താണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിന്റെ അർത്ഥമാണ്. ഇനി ശിവാരവിന്ദത്തിന്റെ തർജ്ജിമ അല്ലെങ്കിൽ അർത്ഥം പറയുന്നത്: അല്ലയോ കുരുവംശനായ അർജുന, ഈ ലോകത്തിൽ നിശ്ചയ ബുദ്ധി ഒന്നേ ഉള്ളൂ, നിശ്ചയത്തിൽ എത്തിച്ചേരാത്തവരുടെ ബുദ്ധി അനേക വഴിക്ക് തിരിയുന്നതും അന്തവുമില്ലാത്തത് തന്നെ. ഇത് 2 അർത്ഥം ഒന്ന് തന്നെ. ഇനിയുള്ള വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കണം. നിശ്ചയ ബുദ്ധി ഒന്നേ ഉള്ളൂ.
സത്യബുദ്ധികളായ കുരു രാജാക്കന്മാരെ പലരെയും ഓർമ്മിപ്പിക്കുകയാണ് കുരുനന്ദന. അർത്ഥം പറയുമ്പോൾ അതായത് മനസ്സിന്റെ സമനില ശീൽക്കാലം എന്ന യോഗം അഭ്യസിക്കാൻ കൊതിക്കുന്നയാൾ ആദ്യമായി പ്രപഞ്ചത്തിന്റെ പരമകാരണമായി വർത്തിക്കുന്ന വാസ്തവ സ്വരൂപം ഗ്രഹിക്കണം. തുടർന്ന് കാര്യരൂപത്തിൽ കാണപ്പെടുന്ന സകല കാഴ്ചകളിലും ആ വസ്തു സ്വരൂപമാണെന്ന് മനസ്സിനെ പഠിപ്പിക്കണം. പ്രപഞ്ചത്തിന്റെ പരമകാരണം അഖണ്ഡ ബോധനന്ദ സ്വരൂപമായ ബ്രഹ്മമാണെന്ന് സംശയേന തെളിയിക്കേണ്ടതുണ്ട്. ഇക്കാര്യം കേട്ട് വിചാരം ചെയ്തറിഞ്ഞ് പല കാഴ്ചകളിലും വസ്തു ബ്രഹ്മമാണെന്ന് മനസ്സിനെ പഠിപ്പിക്കണം. അവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഇനി കൃഷ്ണാവബോധത്തിന്റെ അവസ്ഥയിലേക്ക് പോകണം. കൃഷ്ണാവബോധത്തിലൂടെ പറയുന്നത് ജീവിത പരിപൂർണതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന ഒരാളുടെ ദൃഢമായ വിശ്വാസത്തെ വ്യവസായികാത്മികാ ബുദ്ധി എന്ന് പറയുന്നു. ചൈതന്യ ചരിതാമൃതം ശ്രദ്ധ ശബ്ദ വിശ്വാസേന സദൃഷ്ടമായ കൃഷ്ണഭക്തിയിലാണ് എന്ന് ഉറച്ച മനസ്സുണ്ടാക്കുക എന്നതാണ് വിശ്വാസപ്രദമായ നിർവചനം. കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കെ ലൗകിക നിയമാനുസൃതമായ കുലപരമ്പരയോടെ മനുഷ്യ സമൂഹത്തോടെയോ രാഷ്ട്രത്തോടെയുള്ള കടമകൾ ഒരാൾക്ക് നിറവേറ്റേണ്ടതില്ല. ഇത്രയും രണ്ടെണ്ണം ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി? രണ്ടും പറഞ്ഞതിൽ നമുക്ക് സാധാരണക്കാരന് വല്ലതും മനസ്സിലാവുമോ? ഇവിടെയാണ് നമ്മളുടെ യാത്ര. ഞാൻ തൽക്കാലം ഇത് മടച്ചു വെക്കുന്നു. ഇത് രണ്ട് ബുക്കിന് നമ്മൾ ഒരാള് പുസ്തകം എടുത്തിട്ടാണ് ഗ്രഹിക്കുന്നതെങ്കിൽ അയാൾ എന്താണ് സ്ഥലത്തിന്റെ പേര്, കോഴിക്കോടുള്ള സ്ഥലത്തിന്റെ പേരെന്താ, കുതിരവട്ടത്ത് പോകാൻ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. ഇനി ഇവിടെയാണ് ഈ പാരായണത്തിന്റെ യഥാർത്ഥ ആവശ്യം വരുന്നത്. ഇവിടെയാണ് ആത്മീയതയുടെ യാത്ര തുടങ്ങുന്നത്. ആത്മീയ യാത്ര തുടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം, ആ ചോദ്യം നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആത്മീയ യാത്ര നിങ്ങൾ തുടങ്ങുക. ചോദ്യം എഴുതി വെച്ചോളൂ. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കണ്ട. കിട്ടാത്തവര് മാത്രം ബാക്കി ഇവിടെ ഇരുന്നാൽ മതി. മനസ്സൊരു വിസ്മയത്തിലെ 6ാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളായിട്ടൊന്നുമല്ല. 6ാമത്തെ ചാപ്റ്റർ ബോധപൂർവം എഴുതിയതൊന്നുമല്ല, ആയിപ്പോയതാ. ഞാൻ ആരാണ്? പടി 6ഉം കടന്ന് അവിടെ ചെല്ലുമ്പോ പിന്നെ എന്താണ് ചോദ്യം? 6ാമത്തെ പടി അല്ലെങ്കിൽ ആത്മീയ പാതയിലേക്ക് കടക്കുന്നതിന് 6 പടികളുണ്ട്. ഞാൻ പറഞ്ഞു ക്ലാസ് 6 പടികൾ കടന്നാലാണ് ആത്മീയ യാത്ര കിട്ടുക. അതുവരെ ഞാനുണ്ട്, അത് കഴിഞ്ഞ് ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞത് പല ക്ലാസ്സിലും പറഞ്ഞത്. അപ്പോ ആത്മീയ യാത്രക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ 6 പടികളുണ്ട്. ആത്മീയ യാത്രക്ക് അങ്ങോട്ടുള്ള പടികളെ പറ്റിയാണ് ഞാൻ ഇനി പറഞ്ഞു വരുന്നത്. ആത്മീയ യാത്രക്ക് തുടങ്ങുന്നയാൾ ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ ആരാണ്? ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? എനിക്കെന്തേ ഇല്ലാത്തത്? എനിക്കെന്താണ് കാശില്ലാത്തത്? എന്നെ എന്താണ് മക്കൾ നോക്കാത്തത്? എന്നെ എന്താണ് ഭർത്താവ് പരിഗണിക്കാത്തത്? എനിക്കെന്താണ് സ്വത്ത് തികയാത്തത്? എനിക്കെന്താണ് സ്വത്ത് ഇല്ലാത്തത്? ഇതല്ലേ ചോദിച്ചുള്ളൂ ഇതുവരെ? നിങ്ങൾ ആരും ആത്മീയതയ്ക്ക് യാത്രക്ക് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആത്മീയ യാത്രക്ക് തയ്യാറെടുക്കുന്നവൻ ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ ആരാണ്. അപ്പോഴെന്താണ് ചോദിക്കുക? ഞാനൊരു ശരീരമാണോ? അല്ല ഞാനൊരു മനസ്സാണോ? അല്ല ഞാൻ എൻ്റെ ചിന്തയാണോ? ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ അന്വേഷണം തുടങ്ങും. എന്താണ് തുടങ്ങും? അന്വേഷണം തുടങ്ങും. ആത്മീയ യാത്രയുടെ 1ാമത്തെ പടി ചോദ്യമാണ് ഞാൻ ആരാണ്, അല്ലെങ്കിൽ ആദ്യത്തെ പരിപാടിയാണ് അന്വേഷിക്കുക എന്നത്. സെൽഫ് എൻക്വയറി എന്ന് പറയും. അവനവനോട് ചോദിക്കുക, അവനവനെ തന്നെ അന്വേഷിക്കുക. എല്ലാത്തിനും അവനവനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും അന്വേഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദ എൻക്വയറർ അന്വേഷിയാണ്. എന്ത് കണ്ടു അതിനെ അന്വേഷിക്കുക. അതിലെല്ലാം ഞാനുണ്ടല്ലോ. നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിരിക്കുന്ന ഞാൻ എല്ലാത്തിലുമുണ്ട്.
അപ്പോൾ ഞാൻ ആരാണെന്നുള്ള ബോധത്തിലേക്ക് അന്വേഷിക്കുമ്പോൾ നമുക്ക് ആദ്യമൊന്നും ശരീരമല്ല, അപ്പൊ അതിനെ ഞാൻ വിട്ടു. മനസ്സല്ല, അതിനെയും ഞാൻ വിട്ടു. തോട്ട്സ് ആണോ, ചിന്തയാണോ, അതൊന്നുമല്ല. അപ്പൊ പിന്നെ ഞാൻ ആരാണ്? അപ്പോ പുല്ലിലും കാണും, പുഴുവിലും കാണും, ഇതിലെല്ലാം ഞാനുണ്ടോ 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 എന്ന് ചോദിക്കും. അഷ്ടവക്രന്റെ 108 ഗുരുക്കന്മാരിൽ കണ്ടപ്പോഴും 108ലും ഞാനുണ്ട്. എന്നിട്ട് ഞാൻ ഇരിക്കുന്ന വളഞ്ഞിട്ടാണ് അല്ലെ? അഷ്ടവക്രന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അല്ലെ? 8 വളവുകൾ കൂടിയുള്ള ഒരു മനുഷ്യൻ ആലോചിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ തേടിയതെല്ലാം ഞാൻ ആരാണ്. നിങ്ങളോ ഒരു കാലിൽ ഒരു വിരൽ മുറിഞ്ഞപ്പോ എന്റെ തീർന്നു ജീവിതം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എല്ലാത്തിലും കുടികൊള്ളുന്ന ഒരവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ മനോബുദ്ധഹങ്കാര ചിത്താനിനാഹം എന്ന് ഗുരു പറഞ്ഞു. അവസാനെത്തി ഞാൻ ആത്മാവ് മാത്രമാണ്, എനിക്ക് അതിനപ്പുറത്തേക്ക് യാതൊരു ബോധവും ഇല്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിന് എവിടെയെങ്കിലും ഒരു വാസമുണ്ടോ? ആത്മാവ് നിത്യ സഞ്ചാരിയാണ്, അല്ലെങ്കിൽ നിരാകാരനായി മാറും. ക്ലിയർ ആയോ? ഒന്നാമത്തെ ചോദ്യം എന്താണ്? ആത്മയാത്രയിലെ അന്വേഷണം. ഒന്നാമത്തെ കാര്യം ആത്മയാത്രയിലെ അന്വേഷണം. അപ്പൊ അന്വേഷണം, എന്തിൽ നിന്ന് അന്വേഷണം? അവിടെയാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. എന്തിനെ അന്വേഷിക്കും? അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക്, അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക്, ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്ക്, അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് കയറിനെ കണ്ടാൽ പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്ന അജ്ഞാനത്തിൽ നിന്നും നമ്മൾ വെളിച്ചം തെളിക്കുമ്പോൾ അത് കയറാണെന്ന് തിരിച്ചറിയും. ഈ യാത്ര തുടങ്ങണമെങ്കിൽ ഇത് കയറാണോ പാമ്പാണോ എന്ന് ചോദിക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ കപ്പാസിറ്റി നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ കയറ് കാണുമ്പോഴേ ഓടും. ഓടിക്കഴിഞ്ഞു, ആത്മീയത ഉണ്ടാവില്ല. അവിടെ നിന്നുകൊണ്ട് ചോദിക്കാൻ പറ്റണം. അതേപോലെയുള്ള അങ്ങനെ ജ്ഞാനം വന്നാലാണ് ജീവിതത്തിൽ നിന്നും ഭയങ്ങളും ആശങ്കകളും മാറുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ കാര്യം അന്വേഷണം. രണ്ടാമത്തെ കാര്യം അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള വടവ്. മനസ്സൊരു വിസ്മയത്തിൽ 6ാമത്തെ ചാപ്റ്റർ ഞാൻ ആരാണ്, അന്വേഷണം. 7ാമത്തെ ചാപ്റ്റർ ജ്ഞാനോദയം. ഇനിയാണ് നമ്മൾ പിന്നെ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയേണ്ടത് വൈരാഗ്യം എന്ന് പറയുന്ന അവസ്ഥ. എന്താണ് വൈരാഗ്യം? വൈരാഗ്യ ബുദ്ധി, നിങ്ങൾക്കെല്ലാം വൈരാഗ്യ ബുദ്ധി എന്ന് പറയുന്നത് ആ വൈരാഗ്യമല്ല. ഇവിടെ വൈരാഗ്യം എന്ന് പറയുന്നത് അതൊരവസ്ഥയാണ്. അതായത് പണമോ പ്രാധാന്യമില്ല, പദവിയോ പ്രാധാന്യമില്ല, സൗന്ദര്യമോ പ്രാധാന്യമില്ല, പ്രശസ്തിയോ പ്രാധാന്യമില്ല, കാമലോഭ മോഹാദികളൊന്നും എന്നെ ഭരിക്കില്ല. കാരണം ഞാൻ ആത്മാവാണ്. എനിക്ക് കാമക്രോധമോ ലോഭ മോഹാദികളൊന്നുമില്ല എന്നുള്ള സത്യം അറിയുമ്പോൾ ഞാൻ വൈരാഗ്യം ഒഴിവാക്കും. എൻ്റെ വൈരാഗ്യമുക്തി നേടും. 3ാമത്തെ സ്റ്റെപ്പിൽ വൈരാഗ്യമുക്തി നേടി. വൈരാഗ്യമുക്തി നേടുമ്പോൾ പിന്നെ പരമാനന്ദത്തിലേക്ക് എത്തും. അവിടെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ആനന്ദത്തിലെത്തും. പരമാനന്ദത്തിൽ ആനന്ദത്തിലെത്തും. അവിടെ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങും. കാരണം ഉള്ളിൽ സന്തോഷങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം ലളിതമാകും, ജീവിതം ലളിതമാകും, തൃപ്തി അടയും. അപ്പോൾ ആരോടും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ്. മറ്റതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി കണക്ട് ചെയ്ത് പറയാം. ഞാൻ ചെയ്തത് ശരിയായോ, നിങ്ങൾ വിശകലനം ചെയ്തോ, എനിക്കറിയില്ല, ഞാൻ പഠിച്ചു വരുന്നു, ഇതെല്ലാം അജ്ഞതയുടെ ഭാഗങ്ങൾ മാത്രമാണ്. അജ്ഞതയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് കടക്കുമ്പോൾ മുന്നിലുള്ള ആൾക്ക് നിങ്ങൾ പറഞ്ഞത് എന്താണോ അയാളുടെ അനുസരിച്ച് മനസ്സിലായി വരും. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാക്കുക. അപ്പോൾ മുമ്പിലിരിക്കുന്നയാൾ എന്ത് പറയുന്നു എന്നത് നമ്മുടെ ബോധതലത്തെ ബാധിക്കുന്നില്ല. നമ്മൾ വൈരാഗ്യ ബുദ്ധി ഇല്ലാത്ത അവസ്ഥയിൽ വരും. പിന്നെയാണ് കർമ്മയോഗം എന്ന് പറയുന്ന സംഭവം വരുന്നത്. എന്താണ് കർമ്മയോഗത്തിൽ? പിന്നെ നമുക്ക് ലളിതമായ ജീവിതം, തൃപ്തി, എല്ലാത്തിനും തൃപ്തി അടയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യുന്നതെല്ലാം ഫലം ഇച്ഛിക്കാതെയാണ്. അത് ഓട്ടോമാറ്റിക് സംഭവിക്കേണ്ടതാണെന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ഈഗോ ഇല്ല, മനസ്സ് ശുദ്ധമാകും, ശാന്തമാകും, സമ്മർദ്ദമില്ല. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവരെങ്ങനെയാണ്, ഇതൊന്നും ഇല്ല. കാരണം എന്താ?
ഫലം എന്താണെന്ന് ഇനി ഞാൻ ഇച്ഛിക്കുന്നതേ ഇല്ല. നല്ലതാണോ മോശമാണോ എന്നത് എന്റെ വിഷയമേ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ എന്താണ്? ഇതാണ് ഭഗവാൻ പറഞ്ഞത്, നീ എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിൽ മാത്രം ശ്രദ്ധിച്ചങ്ങ് ചെയ്യുക. നിന്റെ കർമ്മമാണ് കൊലപാതകം അല്ലെങ്കിൽ യുദ്ധം, ചെയ്തുകൊണ്ടേയിരിക്കൂ. നിന്റെ കർമ്മമാണ് ഇറച്ചി വെട്ടിക്കൊണ്ടേയിരിക്കൂ. നിന്റെ കർമ്മമാണ് ഒരു വൃക്ഷം വളർത്തൽ, നടത്തിക്കൊണ്ടേയിരിക്കൂ. നിന്റെ കർമ്മമാണ് 10,000-കണക്കിന് സഹായിക്കാൻ, ചെയ്തുകൊണ്ടേയിരിക്കൂ. നിന്റെ കർമ്മമാണ് മറ്റവന്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ടേയിരിക്കൂ. നിനക്ക് ഒരു കുഴപ്പമില്ല, കാരണം നീ അതിന്റെ ഫലം ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്ന്. അവിടെയാണ് വാൽമീകിയുടെ കഥയിൽ ആദ്യം തന്നെ തുടങ്ങിയിരിക്കുന്നത്, നീ ചെയ്തതിന്റെ എല്ലാം ഉത്തരവാദിത്വം നിനക്ക് മാത്രമാണ് എന്ന്. വാൽമീകി മോഷ്ടിച്ച് കഷ്ടിച്ച് എല്ലാം കഴിഞ്ഞ്, അല്ലെ, രത്നാകരൻ കഴിഞ്ഞ് മക്കളോട് പോയി ചോദിച്ചു, ഇതിനൊക്കെ നിങ്ങൾ കൂട്ടിച്ചേരുന്നു. ഞങ്ങളൊന്നുമില്ല. ഭാര്യയോടും മക്കളോടും ചോദിച്ച്, ഈ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതിന്റെ എല്ലാം ഫലം അനുഭവിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അവരോട്, ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഭക്ഷിക്കാൻ മാത്രം ഉണ്ടായി, കർമ്മത്തിന്റെ ഫലം ഞങ്ങൾ തിന്നില്ല എന്ന് പറഞ്ഞപ്പോ ആള് പോയി, എന്നാ പിന്നെ ഞാൻ മാറുകയാണെന്നും പറഞ്ഞ് നിത്തം, അല്ലേ, അവനെല്ലാം ഉപേക്ഷിച്ച് അവിടെ തപസ് മാത്രം. അപ്പൊ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും, ഈ തപസ് അനുഷ്ഠിച്ചാൽ എങ്ങനെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കും? നമ്മളിവിടെ 1-ാം ക്ലാസ് KG മുതലേ ഇരുന്ന് പഠിച്ചിട്ടാണ് എഴുതാനും വായിക്കാനും പഠിച്ചത്. വാൽമീകി ഇതൊന്നുമില്ല, വെറും തപസ്. അന്ന് കാലത്ത് തപസ് അനുഷ്ഠിച്ച് എഴുതാനും വായിക്കാനും പഠിച്ചു, അല്ലെ? കഥ അങ്ങനെ ഉണ്ടാവില്ലേ? വാൽമീകി എഴുതിയതാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത്, അല്ലെ? അവിടെയാണ് അവസാനം എഴുതാൻ അറിയാത്തതും ഗണപതിയെ കൊണ്ടുവന്നു എന്നുള്ള കഥ. അപ്പോൾ ചേർക്കേണ്ടി വരും. ആൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ആരോ മഹത്തുക്കൾ കൊണ്ടത്, എന്നാ പിന്നെ ഗണപതിയെ കൊണ്ട് എഴുതിച്ചേക്കാം, കാരണം ഗണപതി എല്ലാ വിഘ്നങ്ങളും മാറ്റുന്നവനാണല്ലോ. ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ അവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കഥയിൽ കൊണ്ടുവന്നിട്ട് ഗണപതിയെ മുമ്പിൽ കൊണ്ട് എഴുതി, അല്ലെ? ഇതെല്ലാം നിങ്ങൾ ആലോചിച്ചു കൊണ്ട്, ഇതെല്ലാം എത്ര സിസ്റ്റമാറ്റിക് ആണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളെപ്പോലെ ആൾക്കാർ ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ട് ഇതെല്ലാം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇത് ഭഗവാൻ എഴുതി, അല്ലെങ്കിൽ ഇത് വാൽമീകി എഴുതി തന്നെ പറഞ്ഞാൽ പോരായിരുന്നു. അവിടെ ചോദ്യം വരും, എങ്ങനെ, എന്നാ പിന്നെ ഞാനും തപസ് അനുഷ്ഠിക്കുന്നു, എനിക്കും എഴുത്തും വായനയും പഠിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ചോദ്യം വരുന്നത് ഒഴിവാക്കാനായിട്ടാണ് കഥ പറയാൻ പറ്റും, എഴുതാൻ, അല്ലെ? എനിക്ക് എഴുതാൻ അരിസ്റ്റസും പറഞ്ഞു, എനിക്ക് വായിക്കാനല്ലേ അറിയുള്ളൂ, എഴുതാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. വായിക്കാനല്ലേ, എഴുതാൻ അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മളെ ഈ ചോദ്യങ്ങളിൽ വരുന്നതാണ്. ഇതെല്ലാം ഈ അന്വേഷണത്തിന് വരുന്നതാണ്. ഓരോ വായിക്കുമ്പോഴുമുള്ള അന്വേഷണത്തിന് വരുന്നതാണ്. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അടുത്തതാണ് ഈ പറഞ്ഞ കാര്യം, നേരത്തെ ശാന്തകുമാരിയമ്മ പറഞ്ഞ കാര്യം, ഭക്തിയും സമർപ്പണവും എന്ന് പറയും. ഈ 4 പടികൾ ചെയ്യാത്തയാളെ 5ാമത്തെ പടിയായ ഭക്തിയിൽ കൊണ്ടുപോയിട്ട് കലമുടച്ചാൽ എന്തായിരിക്കും ചെയ്യുക? ആദ്യത്തേതില്ല, അന്വേഷണമില്ല, ഞാൻ ശരീരമാണോ ആത്മാവാണോ എന്നറിയില്ല, ഒന്നിനെ പറ്റിയും അന്വേഷണമില്ല, വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. അജ്ഞാനം ഒന്നും മാറിയിട്ടില്ല, അജ്ഞാനത്തിൽ തന്നെ കിടക്കുന്നു. എന്താണ് ലളിത സഹസ്രനാമെന്നോ, എന്താണ് ദേവിയുടെ വർണ്ണനയെന്നോ, എന്താണ് ശിവലിംഗമെന്നോ, എന്താണ് ഗുരുവായൂരപ്പനെന്നോ, ആ ഗുരുവായൂരപ്പൻ എന്തുകൊണ്ട് ഗുരുവായൂരപ്പനായി എന്നോ നമുക്കറിയില്ല. എന്നിട്ട് ഞാൻ ഗുരുവായൂരപ്പനെ പൂജിച്ച് നടക്കുന്നുവെങ്കിൽ ഭക്തി മാർഗം വർക്ക് ചെയ്യുമോ? വൈരാഗ്യ ബുദ്ധി ഒന്നും വിട്ടില്ല, എനിക്ക് പണം വേണം, പദവി വേണം, സൗന്ദര്യം വേണം, മറ്റു വേണം, അത് വേണം, ഇത് വേണം, കാമ ക്രോധ ലോപാദികളെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ ആത്മീയതയാണ്, അല്ലെങ്കിൽ ഞാൻ ഭക്തിമാർഗത്തിലൂടെയാണ്. എത്രയോ ഭക്തികളിലെ തന്ത്രി അടക്കം ഭക്തിയുടെ ഇതിൽ നിൽക്കുന്ന ആളാണ്, അല്ലെ? ഭഗവാനെ കുളിപ്പിച്ച് ഇതാക്കുന്ന മേൽശാന്തി പോലും ഇന്ന് പെൺവാണിഭ്യത്തിലും മറ്റിലും പെട്ടുപോകുന്ന അവസ്ഥയിലാണ്. ഇപ്പൊ ഇവിടെ ഭക്തി എന്താണ് ചെയ്യുക? 4ാമത്തെ പടിയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയിൽ എങ്ങനെ? വെറും ഭക്തി കൊണ്ട് യാതൊരു കാര്യമില്ല, സമർപ്പണ ബുദ്ധിയോടുള്ള ഭക്തി. ഈ ലോകത്തിലെ ഒന്നിനെയും എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്നും ഞാൻ ഈ ലോകത്തിന്റെ ഭാഗമാണെന്നും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള സമർപ്പണം. അല്ലെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, അവിടെയുള്ള ഭക്തി. അതായത് ശ്രീകോവിൽ ഇരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ മറ്റിടത്തിരിക്കുന്നു എന്നുള്ള ഭക്തി വേർതിരിവില്ലാതെ ഞാൻ അതിൽ ലയിച്ചു കൊണ്ടിരിക്കുന്ന, ഒന്നിലും എനിക്ക് നിയന്ത്രണമില്ല എന്നുമുള്ള പൂർണ്ണമായ വിശ്വാസത്തെ, പക്ഷേ ദൈവികതയിലുണ്ട്, ആ ദൈവികത ഞാൻ ചെയ്യുന്നു എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഹരിയോം 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 ശിവോഹം 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 എന്ന് ലയിച്ചിരിക്കുന്ന അവസ്ഥ. അവിടെ യാതൊരു കണ്ടീഷനും ഇല്ല. ഓം നമ ശിവായ കേൾക്കുമ്പോഴേ ഞാൻ അവിടെ അലിഞ്ഞു. ഇനി എനിക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് ശ്വാസോച്ഛ്വാസം ഉണ്ടോന്ന് പോലും എനിക്ക് യാതൊരു കണ്ടീഷനും ഇല്ല. എനിക്ക് ഇത്ര ശ്വാസം കിട്ടണമെന്നോ ഇത്ര കിട്ടണ്ടെന്നോ കണ്ടീഷൻ ഇല്ല. ഞാൻ ലയിച്ചു, അവിടെ ലയനം പ്രാപിച്ചു, സമർപ്പണ ബുദ്ധിയോടുകൂടി അവിടെ ഇരിക്കുന്നു.
അവിടെ ചൊല്ലിയയാൾ ശിവോഹം ശിവോഹം ബോഹം 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 എനിക്ക് ആണ്, അല്ലെങ്കിൽ നമശിവായ നമശിവായ ശിവായ ശിവായ നമശിവായ നമശിവായ നമ എന്ത് തന്നെ ചൊല്ലുന്നുവെങ്കിലും എന്റെ കർണപുടങ്ങളിൽ വരുന്നത് ശിവോഹം 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 എന്ന് മാത്രമായിരിക്കും. അല്ലെങ്കിൽ എന്റെ കർമ്മപുടങ്ങളിൽ വരുന്നത് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം മാത്രം എന്റെ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കുമ്പോൾ ഞാൻ സമർപ്പണ ബുദ്ധിയായി മാറുന്നു. കേൾക്കുമ്പോഴല്ല, പ്രതിധ്വനിക്കുമ്പോൾ. ഇവിടെ വന്നിട്ട് പ്രാർത്ഥനയിൽ അമൂല്യ ഓം നമ ശിവായ ചൊല്ലി വരുമ്പോഴും എനിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ അമൂല്യ ചെല്ലുന്ന ഓം ശിവായ അല്ല കേൾക്കുന്നത്, എന്റെ തന്നെ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കുന്ന എന്റെ ശബ്ദമായി മാറുമ്പോൾ ഞാൻ സമർപ്പണത്തിലേക്ക് എത്തും. ഇതുണ്ടോ? അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഓ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ, എന്റെ കർമ്മം എന്റെ നഷ്ടങ്ങളെല്ലാം തീർക്കണേ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ, എന്നെ ഒന്ന് മുക്തി, എന്നെ ഒന്ന് ഇതാക്കണേ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ, എന്റെ മക്കളുടെ വീട്, എന്റെ മക്കളുടെ എന്റെ ഇതൊന്നും അല്ല ഭക്തി. ഇത് ഭക്തിയുടെ ഭാഗമേ അല്ല. ദൈവവിശ്വാസം എന്ന് പറഞ്ഞ അചഞ്ചലമായിട്ടുള്ള പ്രപഞ്ച സത്യങ്ങളോടുള്ള സമർപ്പണമായ വിശ്വാസമാണ്. അതിൽ ഒരു കാര്യത്തിലും ദൈവത്തിനെ നിങ്ങൾ ദൈവം എനിക്ക് തരുന്നു എന്നതല്ല, അതിനോട് ലയിക്കുക. ഒരു 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 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു സമുദ്രത്തിൽ കൊണ്ട് ഒഴിച്ചാൽ ആ സമുദ്രത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്നോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം സമുദ്രത്തിൽ നിന്ന് കോരിയാൽ ആ കോരിയ വെള്ളത്തിനോ സമുദ്രത്തിന് എന്തെങ്കിലും മാറ്റം വരില്ല എന്നുള്ള പൂർണ്ണ അറിവോടുകൂടി ഞാൻ അതിലേക്ക് ലയിക്കുക, എനിക്കതിലേക്ക് ലയനം പ്രാപിക്കാൻ സാധിക്കുക. സമർപ്പണം എന്ന് പറയുന്നത്, അതായത് ഭക്തി മനസ്സിനെ മൃദുവാക്കണം. നമ്മൾ എന്റെ കയ്യിൽ ഇല്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഭക്തിയിൽ അങ്ങനെ ഒരു വാക്കേയില്ല, എനിക്കിത് വേണമെന്നില്ല. കാരണം അതാണല്ലോ പിന്നെ എവിടെയാണ് വേണമെന്ന അവസ്ഥ വരുന്നത്. പിന്നെയാണ് ഭക്തി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുന്നത്. ഭക്തി കഴിഞ്ഞിട്ടാണ് ധ്യാനത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ധ്യാനത്തിന്റെ ഏത് അവസ്ഥയായിരിക്കും? നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്യാനമൊക്കെ എത്തിയോ? ആരെങ്കിലും എത്തിയിട്ടുണ്ടോ ധ്യാനത്തിലേക്ക്? ശ്വാസത്തിൽ മാത്രം, മറ്റൊന്നും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് അടുത്ത തലം ശ്വാസവും നമുക്കറിയില്ല. നമ്മളിൽ യാതൊരു നമ്മുടെ ശ്വാസം ശരീരത്തിന്റെ മാത്രം ഭാഗമാണ്. ശ്വാസത്തിന് വേറെ ഒന്നും ചെയ്യാനില്ല. ശ്വാസം ശരീരത്തിന്റെ ഭാഗം മാത്രമാണ്. ശരീരത്തിന്റെ ഭാഗമായ ശ്വാസവും ഇല്ലാതെ ഞാൻ അതിൽ നിന്ന് വേർതിരിയുന്നു, ചലിക്കുന്നു. ഞാൻ അതിന് വിട്ട്, ശരീരത്തെ വിട്ട്, മനസ്സിനെ വിട്ട് പോകുമ്പോൾ ഞാൻ എന്താണെന്നുള്ള ആ ബോധത്തിലേക്ക് നമ്മൾ എത്തും. ആ ബോധമാണ് ആത്മബോധം എന്ന് പറയുന്ന ആത്മീയത. അതാണ് ആത്മാവ്. ആ ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ആത്മാവിന് ശ്വാസമില്ല, ശരീരമില്ല, ഒന്നുമില്ല. അത് മാത്രം, അത് അചഞ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് അറിയുകയും ഞാനാണ് അത് എന്നുള്ള ഒരു ഉൾക്കൊള്ളൽ കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ പ്രാധാന്യം ഇത്രയേ ഉള്ളൂ. ഒന്നിനെയും വിമർശനമായിട്ടോ ഒന്നിനെയും അപ്രിസിയേഷൻ ആയിട്ടോ രണ്ടും എടുക്കാൻ പറ്റില്ല. രണ്ടുമില്ല, വേർതിരിവുകളില്ല, അതിർവരമ്പുകളില്ല. അവനവൻ മനനത്തിലൂടെ മാത്രം ഉണ്ടാക്കുന്നതാണ് ആത്മീയ. അവനവൻ, അതെ ഞാൻ ആരാണെന്ന ചോദ്യത്തിലുള്ള മനനം, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം കിട്ടുന്നത് മനനത്തിലൂടെ മാത്രമാണ്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ പ്രക്രിയകളെല്ലാം അതായത് സിംഗുലറാണ്, ഏകാത്മകമാണ്. മറ്റൊരാൾക്കും ഇതിൽ ഇടപെടാനില്ല. ഈ 6 പടികളിലും ആർക്കും ഇടപെടാനില്ല. അത് കഴിയുമ്പോഴാണ് ഒരാൾ കടന്നു വരിക. അപ്പോൾ മാത്രമേ അയാൾക്ക് അവിടെ പ്രാധാന്യമുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ഗുരു. അതുവരെ ഗുരുവിന് ഇൻവോൾവ്മെന്റ് ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ യാത്ര ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടതാവുമ്പോ പിന്നെയാണ് ഗുരു വന്ന് ചോദിക്കുക, ഒരു വിളക്ക് കാണിച്ചു തരിക. എന്താണ്? ഇത്രയും മനസ്സിലായി, ഇനി പോരൂ പ്രകാശത്തിലേക്ക്. പിന്നെയാണ് പ്രകാശത്തിലേക്ക്. അപ്പോൾ ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്ര തുടങ്ങും. അതുവരെയുള്ളതെല്ലാം ശരീരജ്ഞാനത്തിലുള്ള പ്രക്രിയ മാത്രമായിരുന്നു. അത് കഴിയുമ്പോൾ ഞാൻ നിശബ്ദമായി ഇരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് യാത്ര തുടങ്ങാം. എങ്ങോട്ട്?
ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്ര. അതുവരെ ജ്ഞാനം നേടിയിട്ടില്ല, അതുവരെ ഒഴിവാക്കിയത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും ഒഴിവാക്കി ഞാൻ ധ്യാനത്തിലിരുന്നു. അപ്പൊ ഗുരു വരും. പിന്നെയാണ് ഗുരു യാത്ര കാണിച്ചു കൊടുക്കുക. ഈ അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രം പിന്നെ തെറ്റുകളില്ല, പിന്നെ വേർതിരിവുകളില്ല, പിന്നെ ശരികൾ മാത്രമേ ഉള്ളൂ. കാരണം വെളിച്ചം ഗുരു തന്നു കഴിഞ്ഞു. ഗുരു വെളിച്ചം വീശാൻ തുടങ്ങി. പിന്നെ ആ വെളിച്ചത്തിൽ ഒറ്റ പാത, പിന്നെ വ്യത്യസ്തമായ പാതകളില്ല. ഗുരു കടാക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്ത പാതയില്ല, ഒരേ പാത. എന്താണ്? ശരീരത്തിന് മാത്രമേ പാതകളുള്ളൂ, ആത്മാവിന് ഒറ്റ പാതയേ ഉള്ളൂ. എവിടേക്ക്? ലയനം. പരമസത്യമായ പരബ്രഹ്മമായ ആ സത്യം ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ പാത ഒന്നേ ഉള്ളൂ. സ്വർഗാരോഹണം നടത്താൻ പോയപ്പോൾ പഞ്ചപാണ്ഡവർ യാത്ര ചെയ്തു. അവിടെ യാത്രയെ മല കയറാൻ തുടങ്ങുന്നത് വരെ ഓരോ ആളും വീണു. അവസാനം ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ യുധിഷ്ഠിരൻ ഒറ്റക്കാണ്. കൂടെ നായ ഉണ്ടാകുമ്പോൾ പറഞ്ഞു, നായയും ഞാനും ഒന്നാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ എത്തിച്ചു. നേരെ പോയി. അവിടെ എന്തിപ്പോ പറഞ്ഞു, എന്തേ നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രം എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. അപ്പൊ പറഞ്ഞു, അല്ല മോനെ, ഞാൻ നിന്നെ കൊണ്ടുവരാൻ വന്നതാണ്. അതുവരെ സ്വരൂപം കാണിച്ചില്ലേ യമദേവൻ, അല്ലേ, ധർമ്മദേവൻ. അവിടെ എത്തിയപ്പോ മാത്രമാണ് കാണിച്ചത്, ഞാനാണ് നിന്റെ കൂടെ വന്നത്, ഞാൻ പട്ടിയല്ല എന്ന് പറഞ്ഞു. അല്ലേ? ഇതൊക്കെ വായിച്ചു മനസ്സിലായി. ഇതൊക്കെ അകത്തോട്ട് ചെല്ലുമ്പോൾ മാത്രം കിട്ടുന്നതാ. പിന്നെയുള്ള കഥകളൊക്കെ അങ്ങ് വേറെയും പോകും. അപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ പറഞ്ഞു, അവസാന നിമിഷം വരെ യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, എനിക്ക് എന്റെ സഹോദരങ്ങൾ വേണം, അവരില്ല, ഞാനില്ല, ഒറ്റയ്ക്കല്ല. അവിടെ ചെന്നിട്ടും പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു മനസ്സിലാക്കല്ല, നിനക്ക് ഒറ്റയ്ക്കേ തരുള്ളൂ, നീ ഒറ്റയ്ക്കേ പോവുള്ളൂ. എന്നിട്ട് അവരനുഭവിക്കുന്നതൊക്കെ കാണിച്ചു തന്നു. നീ ഇനിയും പറഞ്ഞാൽ, ഇനിയും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അവർ വേണമെന്ന് പറഞ്ഞാൽ, അവരനുഭവിക്കുന്ന പോലെ നിന്നെയും കൊണ്ടിടും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഒറ്റയ്ക്ക്. ഒരു തരത്തിലും വിട്ടില്ല അവസാനം വരെ. അച്ഛൻ പറഞ്ഞു നോക്കി, ഇന്ദ്രൻ പറഞ്ഞു നോക്കി, എല്ലാവരും പറഞ്ഞു നോക്കി, ഇല്ല, നീ ഒറ്റയ്ക്കേ ഉള്ളൂ, നീ വേറെ ആരും വേണ്ടെന്ന് എനിക്ക്. അവസാനം കാണിച്ചു കൊടുത്തു, ദുര്യോധനയും കാണിച്ചു കൊടുത്തു. കണ്ടോ, ഇവൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന കണ്ടോ, ഇവന് നിന്നെക്കാളും മുമ്പ് ഇവിടെ എത്തി. കാരണം എന്താ, അവൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് നോക്കണം, നീ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. അവസാന നിമിഷം ബോധോദയം ഉണ്ടായി, സഹോദരങ്ങൾ ഞാനും ഒന്നല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അവിടെ സ്ഥാനം കൊടുത്തു. ഈ കഥ അത്രയും വലുതാണ്. നമ്മൾ കേട്ട കഥകളിൽ നിന്നൊക്കെ അതിവിധമായ അവസാന നിമിഷമുണ്ട്. ഇത് ഭഗവാൻ കൃഷ്ണന്റെ പോക്കും അതുപോലെ തന്നെ. കൃഷ്ണൻ എന്തൊക്കെ ചെയ്തു? ഒരു ലോകം മുഴുവൻ ഉണ്ടാക്കി വെച്ചു, അല്ലേ? അവസാന യാത്രക്കാവുമ്പോ ഒറ്റയ്ക്കായി, ഒരാള് താങ്ങായിട്ടുണ്ടായില്ല. ഏറ്റവും പ്രിയപ്പെട്ട അർജുനന് പോലും ആ നിമിഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വേടന്റെ അമ്പും ഒഴിഞ്ഞ് കാല് വേച്ച് പോകുമ്പോഴും അർജുനൻ നിലവിളിക്കുന്നു, നിൽക്കൂ, ഞാൻ വരാം നിലവിളിക്കുന്നു. ഇല്ല. അവസാനം അവിടെ കിടന്ന് ഒറ്റയ്ക്ക് വേദന വിങ്ങി ഭഗവാൻ പോകുമ്പോഴും ഒരാളും കൂടെ ഉണ്ടായില്ല. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ആ ശരീരം, ഭഗവാന്റെ ശരീരമല്ല എടുക്കേണ്ടത്, യുധിഷ്ഠിരന്റെ ശരീരമല്ല എടുക്കേണ്ടത്. യുധിഷ്ഠിരൻ ശരീരം കൊണ്ട് തന്നെ ധർമ്മപുത്രർ പോയി എന്ന് പറയുന്ന ശരീരത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് യാത്ര അവസാനം ഒന്നായിരിക്കും. ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ആത്മീയാത്ര എന്ന് പറയുന്നത് ഇതൊക്കെ പടികൾ കടന്നിട്ട് മാത്രമേ അവിടെ എത്താൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞില്ലേ നേരത്തെ, അവസാനമാണ് ഗുരു വരിക എന്ന് പറഞ്ഞില്ലേ. അവസാനം അവിടെ എത്തുമ്പോഴാണ് പിതാവായ ഗുരു, അല്ലെ, അതുവരെ അനുഗമിച്ച ആള് പറഞ്ഞില്ല, ഞാൻ നിന്റെ അച്ഛനാണ്, നിന്നെ കൂടെ നന്നായി കൊണ്ടുപോകാൻ വേണ്ടി ഇതുവരെ നിന്നതല്ലേ ധർമ്മപുത്രന്റെ മകൻ, ധർമ്മദൈവത്തിന്റെ പുത്രനായത് കൊണ്ടാണ് ധർമ്മപുത്രനായി മാറിയത്. അപ്പോ അവസാനമാണ് കാണിച്ചു കൊടുത്തത് ഗുരു. അതുവരെ ഗുരു പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ തത്വങ്ങൾ നമ്മുടെ ഈ സംസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് തിരിച്ചറിയാൻ സാധിക്കാതെ പോയതാണ് നമ്മുടെയൊക്കെ പരാജയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒറ്റ സത്യം ഇത്രയേ ഉള്ളൂ, അവസാന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരും പുറത്തെ ലോകത്തെ ജയിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവനവന്റെ ഉള്ളിലെ മനസ്സിനെ ഒന്ന് ജയിക്കുക, അവനവന്റെ മനസ്സിനെ ഒന്ന് അടക്കി നിർത്തുക, അവനവന്റെ അഹങ്കാരത്തെ അടക്കി നിർത്തുക, അവനവന്റെ എന്തോ ഒരു ബോധത്തെ അടക്കി നിർത്തി ഞാനൊരു ഭാഗം മാത്രമാണെന്ന് തിരിച്ചറിയാം. അപ്പോൾ വിമർശനമില്ല, പ്രതീകാത്മകത, എന്താ പറയാ, പ്രതികാരമില്ല, ഒന്നുമില്ല. അപ്പൊ അതായിരിക്കണം യഥാർത്ഥ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതത്തിലേക്ക് കടക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ നമ്മൾ സാധാരണ സംബന്ധിച്ച് ഇതൊന്നും പ്രായോഗികമല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പ്രായോഗികമാക്കുന്നത് ലളിതമായ രീതിയിലായിരിക്കണം എന്നേ ഉള്ളൂ.
അപ്പൊ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു ജന്മങ്ങല്ല, പല ജന്മങ്ങൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് ലയനം കിട്ടുക. അല്ലാതെ നാളെ ഞാൻ നന്നായി കളയാമെന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കില്ല. പക്ഷേ ഓരോ ദിവസവും അതായത് വേദാന്ത പ്രകാരം 10,000 ദശലക്ഷം വർഷങ്ങളാണ് ഒരു ജീവനിവിടെ ജീവനിവിടെ നിലനിൽപ്പെടും. ഇപ്പൊ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ അതിൽ 1, 2, 3 ഒക്കെ ആയിരിക്കാം, അത്രയൊന്നും കണക്കൊന്നുമില്ല, ആയിരിക്കാം. അപ്പൊ ഓരോ ജന്മങ്ങളും ഇതിങ്ങനെ മാറി 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 അവസാനം എത്തണം. ഒരു ജന്മത്തിലൊന്നും സാധിക്കുന്നതല്ല. ഇത്രയും വലിയ പ്രക്രിയയാണ്. പക്ഷെ അവിടെ എല്ലാം ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്നതെല്ലാം നിർഗുണമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം സത്യമാണ് എന്നുള്ള, അല്ലെങ്കിൽ കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു അൺകണ്ടീഷണലായിട്ട് നിൽക്കാൻ പറ്റുക. അത് മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയാൻ പറ്റേ ഉള്ളൂ, ഒന്നിനെയും വിമർശനാത്മകമായി സമീപിക്കരുത്, എല്ലാത്തിനെയും അന്വേഷണാത്മക മാത്രമായിട്ട് സമീപിക്കും. എല്ലാത്തിനെയും അന്വേഷിക്കും. പൂമ്പാറ്റയെ കണ്ടാലും, പുഴുവിനെ കണ്ടാലും, പാറ്റയെ കണ്ടാലും, കാക്കയെ കണ്ടാലും, പൂച്ചയെ കണ്ടാലും, മനുഷ്യനെ കണ്ടാലും, പട്ടിയെ കണ്ടാലും അന്വേഷിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ? ഒരു പച്ചില കണ്ടാൽ അടുത്ത പച്ചില വളഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ആ പച്ചിലയോട് ചോദിക്കുക, പച്ചിലേ പച്ചിലെ നീ എന്തുകൊണ്ട് വളഞ്ഞു എന്ന്. ഇത് മാത്രമാണ് ജ്ഞാനോദയത്തിന്റെ പഠനം. ഏതാണ് എന്നൊന്നും നിഷ്കർഷയില്ല. വീണ്ടും പറയുന്നു, ഒരു വഴിയല്ല, അനേകം വഴികൾ ആ 6-ാം പടി എത്തുന്നവരെ ഉണ്ടാവും. അതെത്തിയാൽ നിങ്ങൾ പിന്നെ ആരും വേണ്ട, അവിടെ നേരിട്ട് ഗുരുവരും കൊണ്ടുപോയിക്കോളും. 6 പടി എത്താനാണ് എല്ലാ വഴികളും നിറഞ്ഞോളൂ. അപ്പൊ നന്ദി, നമസ്കാരം. ഏത് രീതിയിലായിരിക്കണം ഞങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു, ഏത് തലത്തിലാണ് എന്നുള്ളത്. സാറ് ഈ കർമ്മയോഗത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ എന്ന ഒരു സൂചനയും എന്നൊരു നിർദ്ദേശവും കിട്ടിയതുകൊണ്ട് വളരെയേറെ നന്ദി. അല്ലെങ്കിൽ വെറും കഥാകഥനത്തിലായി തീരുമായിരുന്നു. പക്ഷെ സാർ അതിന്റെ ഓരോ അർത്ഥത്തിലും ഡീപ്പായി പോയി, അത് ഗാഥയിലേക്ക് പോയി ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ വളരെയേറെ നന്ദിയുണ്ട്. ഈ സാറിപ്പോ 2 ശ്ലോകങ്ങളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഒന്ന്, വ്യാവസായികാത്മാ ബുദ്ധി ഏകേ ഹേ ഗുരുനന്ദന ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായ എന്നാണ് പറയുന്നത്. വ്യവസായ ബുദ്ധിയോടുകൂടി, സ്ഥിര ബുദ്ധിയോടുകൂടി ചെയ്യുന്നവർക്ക് മോക്ഷത്തിലേക്ക് ഈശ്വരപ്രാപ്തി ചെയ്യാൻ പറ്റും എന്ന് ഒരു അധ്യായത്തിൽ പറഞ്ഞു. മറ്റൊരു അധ്യായത്തിലാണ് പറയുന്നത് മനോനിഗ്രഹം. ആ മനോനിഗ്രഹം സാർ പറഞ്ഞത് വൈരാഗ്യം ലഭിക്കണമെന്ന്. ആ വൈരാഗ്യം കൂടി ഒരു ശ്ലോകം, മഹാബാഹോ മനോനു ദുർനിഗ്രഹം അഭ്യാസേനച്ചു കൗന്ദേയ വൈരാഗ്യാണ ലഭ്യതേ എന്നാണ് പറയുന്നത്. അപ്പം അഭ്യാസേനത്തു കൗന്ദേയ, ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത മനസ്സിനെ നിയന്ത്രിക്കുന്നതിന്റെ ഒരു ഉപാധിയാണ് യോഗ. സാർ ഇത് രാവിലെയും വൈകിട്ടും നമ്മളോട് ചെയ്യുന്നതും നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതും യോഗയാണ്, മനോനിഗ്രഹം. അത് നിത്യേന ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിത്യാഭ്യാസം പലപ്പോഴും ആകാറില്ല. എന്നാൽ പോലും സാറ് ചെയ്യുന്ന ഈ അഭ്യാസങ്ങൾ, നിയന്ത്രിക്കുന്ന അധ്യായങ്ങൾ മനോനിയന്ത്രണം നടത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ നമ്മുടെ ആത്മീയതയിലേക്ക് എത്താനുള്ള ഒരു വഴികാട്ടി കൂടിയാണ്, ഒരു വെളിച്ചമാണ്. അസത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു സംരംഭമാണ് സാർ നയിക്കുന്നത്. സാർ നയിക്കുന്നതും നമ്മളെ നയിക്കുന്നതും ആ കാര്യങ്ങൾ വളരെയേറെ നന്ദിയുണ്ട്. നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി.